ഇതാണ് നമ്മുടെ കുംഭകോണത്തെ ആ ഒരു മഹാമഹം ടാങ്ക് കേട്ടോ. അപ്പം കുംഭകോണത്ത് വന്നാൽ കുംഭകോണം കോഫി ഭയങ്കര ഫേമസ് ആണല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കുംഭകോണം ഫിൽറ്റർ കോഫി കൊണ്ടൊന്ന് ട്രൈ ചെയ്യണം. വണക്കം, ദിസ് ഇസ് ട്രാവ്ക. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തഞ്ചാവൂരാണ്. അപ്പം ഇന്ന് രാവിലെ തഞ്ചാവൂരിൽ നിന്ന് ഇറങ്ങി അടുത്ത് പോകുന്നത് കുംഭകോണമാണ്. അപ്പോൾ രാവിലെ ഒരു 6:30 നമ്മൾ ചെക്കൗട്ട് ചെയ്ത് നമ്മൾ തഞ്ചാവൂർ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് ഇറങ്ങി കുംഭകോണത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇനി കുംഭകോണത്തെ വിശേഷങ്ങളാണ് ഇനി വരാൻ പോകുന്ന വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. ട്രാവ്ക പോകുന്ന വഴി കണ്ടോ, നല്ല മിസ്റ്റൊക്കെ നിറഞ്ഞൊരു വഴിയാണ്. നമ്മൾ തഞ്ചാവൂരിൽ നിന്ന് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മിസ്റ്റാണ് കേട്ടോ. ഫുൾ മഞ്ഞാണ്. സമയം ഇപ്പോൾ ഒരു 6:45 ആയി. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല വെളുപ്പിരിക്കുന്നത്, നല്ല മിസ്റ്റാണ്, നല്ല ക്ലൈമറ്റാണ് കേട്ടോ. പകലാകുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ചൂടും, രാത്രിയൊക്കെ ആകുമ്പോൾ ഇത്രയും നല്ല മിസ്റ്റുമാണ്. ഭയങ്കര രസമാണ് കേട്ടോ. നമ്മളെ ഈ കടകമ്പോളങ്ങളൊക്കെ ഇങ്ങനെ ഓണായി വരുന്നേ ഉള്ളൂ. ഇവിടെ ഒരുപാട് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് ഷോപ്പുകളാണ്. മാർക്കറ്റൊക്കെ ഇങ്ങനെ ഓണായി വരുന്നേ ഉള്ളൂ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് മാർക്കറ്റെല്ലാം ഉണ്ട്. അപ്പം മാർക്കറ്റൊക്കെ ഇങ്ങനെ ഓണായി വരികയാണ്. നല്ല മഞ്ഞത്തൂടെയാണ്, നല്ല മിസ്റ്റി. മൂന്നാർ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ആ പോകുന്ന ഒരു അനുഭൂതിയാണ് നമ്മൾ ഇതുവഴി ഇപ്പോൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഇത്രയും നല്ല മഞ്ഞാണ്. നല്ല അടിപൊളി മിസ്റ്റാണ്. നമുക്ക് ഇതൊരു ഹൈവേ ആണ്, കുംഭകോണത്തേക്ക് പോകുന്നൊരു ഹൈവേ ആണ്. നല്ല മിസ്റ്റാണ്, ഒന്നും കാണാൻ വയ്യ ഫ്രണ്ടിലെ റോഡൊന്നും. ഞങ്ങൾ ഇതുവഴി ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഒന്ന് മാപ്പിൻ്റെ സഹായത്തോടെ റോഡ് സ്ട്രെയിറ്റ് ആണെന്നറിയാം, പിന്നെ റോഡിലുള്ള ഒരു വൈറ്റ് ട്രാക്ക് ഇതൊക്കെ ഫോളോ ചെയ്താണ് പോകുന്നത്. പെട്ടെന്ന് ഞാൻ ആലോചിച്ചത് ഡൽഹിയിലൊക്കെ ഇതേപോലെ ഈ ഡിസംബർ ജാനുവരി ഭയങ്കര മഞ്ഞുകാലം വരുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും ഇവിടെ നിന്ന് 36 കിലോമീറ്ററാണ് കുംഭകോണത്തേക്ക്. അപ്പോൾ ഇനി കുംഭകോണത്ത് പോയിട്ട് ബാക്കി വിശേഷം കാണാം. സ്റ്റേ ട്യൂൺഡ്. ട്രാവ്ക. അപ്പം അങ്ങനെ ഞങ്ങൾ കുംഭകോണത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം ഇത് കുംഭകോണത്തെ മാർക്കറ്റാണ്, അവിടെ മെയിൻ മാർക്കറ്റാണ്. അപ്പോൾ നാളെ ആക്ച്വലി മകരപ്പൊങ്കലാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ആൾക്കാർ സാധനമൊക്കെ മേടിച്ചിട്ട് പോവുകയാണ്. നല്ല തിരക്കാണ്. രാവിലെ സമയം ഇപ്പോൾ 7:45. ഇതൊരു മെയിൻ മാർക്കറ്റാണ് കുംഭകോണത്തെ. അപ്പോൾ നമ്മൾ കുംഭകോണത്ത് പോകുന്നത് കുംഭകോണം ആദികുംഭേശ്വര ടെമ്പിളിലാണ്, ഒരു ശിവൻ്റെ ടെമ്പിളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ കുംഭകോണം ആദികുംഭേശ്വര ടെമ്പിളിൻ്റെ ഒരു സൈഡ് എൻട്രൻസിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇതൊരു സ്ട്രീറ്റാണ്, അങ്ങോട്ട് നല്ല ബ്ലോക്കാണ്. കാര്യം അത് മെയിൻ ഒരു മാർക്കറ്റും കൂടാണ്. അവിടെയാണ് എൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വരുന്നത്. ഇതാണ് സൈഡ് ഗേറ്റ്. അപ്പം ഇതിനകത്ത് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പറ്റില്ല. അപ്പോൾ എന്തായാലും അകത്ത് കയറി തൊഴുതിട്ട് നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെ നാളെ പൊങ്കലായതുകൊണ്ട് അതിൻ്റെ ഒരുക്കങ്ങളാണ്. വീട്ടിലൊക്കെ കോലിട്ടേക്കുന്നത്. ഒന്ന് കാണിച്ചു തരാം. ഈ കോലൊക്കെ എന്ത് കളർഫുള്ളാണ് നോക്കിയാൽ, അടിപൊളിയാണ്. എൻ്റെ അമ്മൂമ്മ കോല ഇടും കേട്ടോ വീട്ടിൽ വിശേഷ ദിവസങ്ങൾ. അത് പൂജയൊക്കെ ഓണമൊക്കെ വന്നാൽ കോല ഇടാറുണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ നോക്കിയ കോലം, അടിപൊളി അല്ലേ. ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതൊരു സൈഡ് എൻട്രൻസ് ആണ് ആദികുംഭേശ്വര ടെമ്പിൾ കുംഭകോണം. പോയാലോ? അപ്പം അങ്ങനെ ഞങ്ങൾ ആദികുംഭേശ്വര ടെമ്പിളിൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറിയിട്ടുണ്ട്. കോമ്പൗണ്ടിനകത്ത് നിന്ന് കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ. അതിനകത്തോട്ട് നമുക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല. നോക്കി, ഇതാണ് ഈ ഒരു ടവർ എന്ന് പറയുന്നത് 123 ഫീറ്റ് ഉള്ളൊരു വലിയ ഗോപുരമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അമ്പലത്തിൽ കയറി തൊഴുതിട്ടൊക്കെ ഒന്ന് വരാം. എന്നിട്ട് ബാക്കി കുംഭകോണത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ആനയുടെ അനുഗ്രഹമൊക്കെ മേടിക്കാം കേട്ടോ. അതും ആനയ്ക്ക് പൈസ കൊടുത്തിട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട്. கிட்ட போக கூடாது, இங்க நிக்கணும். பாசத்துல എങ്ങനെയുണ്ടത്? നമുക്ക് ആനയുടെ അനുഗ്രഹം മേടിക്കാം. പൈസ കൊടുത്തിട്ട് ഒരു 10 രൂപ കൊടുക്കുക, അനുഗ്രഹം മേടിക്കുക. അത് തലയിൽ ഇങ്ങനെ തൊട്ട് തൊഴുകണ്ടോ. രസമല്ലേ? നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് അതിന് പൊട്ടൊക്കെ തൊടിച്ച് നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് നിർത്തിയേക്കാണ്. എന്ത് രസം നോക്കിയാണ്. ക്യൂട്ട് അല്ലേ? ചങ്ങലയൊന്നും വേറെ ഇട്ടിട്ടൊന്നുമില്ല. ഭയങ്കര രസമുണ്ട് നോക്കിയാൽ. ഇത് ആദികുംഭേശ്വര ടെമ്പിളിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കുളമാണ് കേട്ടോ. കംപ്ലീറ്റ് പായൽ പിടിച്ച് പച്ചപ്പായിട്ട് കിടക്കുകയാണ്. ഇതാണ് ആ ഒരു ഗോപുരം.
123 അടി ഉയരമുള്ളൊരു ഗോപുരമാണ് കേട്ടോ. ഇതാണ് ആ ഒരു കുളം. അതേപോലെ അകത്ത് ശിവൻ്റെ ഒരു ശിവനാണ് ഇവിടുത്തെ മെയിൻ മൂർത്തി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ നവഗ്രഹങ്ങളുണ്ട്. നമുക്കവിടെ വിളക്ക് കത്തിക്കാൻ 50 രൂപയാണ് വിളക്കിന്. പിന്നെ എന്തൊക്കെയാകത്തുള്ള ഒരുപാട് ആരാധനകളുണ്ട്. മെയിൻ ശിവനാണ്, ഒരു ശിവലിംഗമാണ് അവിടെ പൂജിക്കുന്നത്. അപ്പോൾ ഒരു ദ്രാവിഡിയൻ ആർക്കിടെക്ചറാണ് ഈ ഒരു ടെമ്പിൾ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ്, നല്ല രസമാണ് ഈ ഒരു ടെമ്പിൾ. ഈ ഒരു പരിസരമൊക്കെ ഈ അമ്പലത്തിനകവും നല്ല രസമാണ്. നേരത്തെ കണ്ട പോലെ നമ്മൾ വെളിയിലൊരു ആനയുണ്ട്. ആനയുടെ കയ്യിൽ നമ്മൾക്ക് പൈസ കൊടുത്താൽ ആന നമ്മുടെ തലയിൽ അനുഗ്രഹിക്കുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇത് മെയിൻ നടയാണ്. ഈ നട ഒന്ന് പുറത്തിറങ്ങിയിട്ട് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അതേപോലെ ഇവിടെ വന്നാൽ ഏറ്റവും ഫേമസ് ആണ് കുംഭകോണം ഫിൽറ്റർ കോഫിയല്ലേ. അപ്പോൾ ആ ഒരു ഫിൽറ്റർ കോഫിയും കുടിക്കണം. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇത് നേരെ കാണുന്നതാണ് നമുക്ക് ആ ഒരു അകത്തേക്ക് പോകുന്നത്. ഇത് ഒരു മെയിൻ നടയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊക്കെ ഒന്ന് പോകാം. മേളത്തെ ആ ഒരു ഡ്രോയിങ്സ് ഒക്കെ കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയാൽ. അതേപോലെ ആ ഒരു പില്ലേഴ്സും കറക്റ്റ് സിമെട്രിയിലാണ് ആ പില്ലേഴ്സൊക്കെ വന്നേക്കുന്നത്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആ പില്ലേഴ്സ് വരുന്നു. ഇവിടെ നിന്നും കണ്ടോ ആ പില്ലേഴ്സൊക്കെ ഭയങ്കര സ്ട്രെയിറ്റും. ആ ഒരു മേളത്തെ ആ ഒരു പെയിൻറ്റിങ് വർക്ക് കണ്ടോ, ഇത്ര രസമാണ് നോക്കി, ഒരു രസമാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ആ ഒരു മെയിൻ നടയിൽ പോയിട്ട് അവിടെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഫിൽറ്റർ കോഫി, കുംഭകോണം കോഫി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ കുംഭകോണത്ത് വന്നാൽ കുംഭകോണം കോഫി ഭയങ്കര ഫേമസ് ആണല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കുംഭകോണം ഫിൽറ്റർ കോഫി കൊണ്ടൊന്ന് ട്രൈ ചെയ്യണം. അതും കുംഭകോണത്ത് വന്ന് തന്നെ ട്രൈ ചെയ്യണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ തപ്പി പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മെയിൻ നട നമ്മൾ അകത്തോട്ട് വരുന്ന ആ ഒരു സ്ഥലങ്ങളിലെല്ലാം ഫുൾ കടകളാണ്. ചെറിയ കളിപ്പാട്ടങ്ങളും ഒക്കെ കിട്ടുന്ന കടകളാണ് കംപ്ലീറ്റ്. ഉണ്ടോ ഇവിടെ എല്ലാം കുട്ടി ടോയ്സൊക്കെ കിട്ടുന്ന കടകളാണ്. അതേപോലെ ഇവിടുത്തെ ഫോട്ടോസ് അങ്ങനെ എല്ലാം കിട്ടുന്ന കടകളാണ് കേട്ടോ ഇവിടെ എല്ലാം. ടെമ്പിളിൻ്റെ ഒരു നടയിൽ നമ്മൾ ഈ ഒരു നട ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു കട കണ്ടു കേട്ടോ. ശ്രീ മംഗളവിലാസ് കോഫി ഹോട്ടൽ 1914. നമ്മൾ വന്നപ്പോൾ തന്നെ ഒരുപാട് ശ്രദ്ധിച്ചൊരു ഹോട്ടലാണ് മംഗളവിലാസ്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ജെനുവിൻ മംഗളവിലാസാണ്. എന്തായാലും നമുക്ക് ഇവിടെ കയറി ഒന്ന് കോഫി ട്രൈ ചെയ്തേക്കാം. ഫിൽറ്റർ കോഫി കുംഭകോണത്ത് വന്നാൽ മെയിൻ സംഭവമാണ് ഡിഗ്രി കോഫി അല്ലേ, പ്രീമിയം കുംഭകോണം കോഫി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു മംഗളവിലാസ് ഹോട്ടലിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡലി പറഞ്ഞു, പിന്നെ ദോശ പറഞ്ഞു, പിന്നെ ഇവിടുത്തെ മെയിൻ കുംഭകോണം പ്രീമിയം കോഫി പറഞ്ഞു. എൻജോയ് യുവർ ഡിഗ്രി കോഫി അറ്റ് ദിസ് പ്ലേസ് ഓഫ് ഇറ്റ്സ് ഒറിജിൻ ഇൻ 1940 എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആക്ച്വലി ഇഡലി സെറ്റാണ് പറഞ്ഞത് കേട്ടോ. ഇവിടുത്തെ സാമ്പാറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയാണ്, കിടുക്ക സാമ്പാറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഇഡലി സാമ്പാറും രാവിലെ. മെയിൻ ഹൈലൈറ്റ് നമ്മുടെ കുംഭകോണം കോഫിയാണ്. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യണം. കുംഭകോണം കോഫി കുംഭകോണത്തൊന്ന് കുടിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ത്രില്ല്. സോ അവിടെ നമ്മുടെ ഡിഗ്രി കോഫി വന്നിട്ടുണ്ട്, കുടിച്ചു കേട്ടോ. ദിസ് ഈസ് കുംഭകോണം ഡിഗ്രി കോഫി. അപ്പോൾ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പുറത്തിറങ്ങി നമ്മളിത് ആ ഒരു ഗോപുരത്തിന് വലിയ മാർക്കറ്റാണ്. ഈ മാർക്കറ്റും ഒക്കെ പൂ മാർക്കറ്റാണ് കേട്ടോ. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല. നമ്മൾ ഈ ഓണം ടൈമിലൊക്കെ ഈ ചാല അങ്ങനെയുള്ള മാർക്കറ്റിൽ ഒക്കെ, ഇപ്പോൾ കഠിനകുളം അങ്ങനത്തെ മാർക്കറ്റിലൊക്കെ പോയൊരവസ്ഥയാണ്. കംപ്ലീറ്റ് പൂ മാർക്കറ്റാണ്. നമുക്ക് ഇഷ്ടം പോലെ പൂക്കൾ, ജമന്തി ഒക്കെ ആയിട്ട്. ഇത് ആ പൊങ്കലിൻ്റെ ആ ഒരു അതുമായി ബന്ധപ്പെട്ടാവണം. പക്ഷെ ഇത് ഇതൊരു മാർക്കറ്റാണ്. ബട്ട് പൂവൊക്കെ ഇങ്ങനെ വാരി കൂട്ടിയേക്കണം. ഓക്കെ, ഭയങ്കര ആക്റ്റീവായിട്ടോ മാർക്കറ്റൊക്കെ. ഹാരം മേടിക്കാനും ഒക്കെ ആയിട്ട് വലിയൊരു മാർക്കറ്റാട്ടോ. ഇഷ്ടംപോലെ പൂക്കൾ. ഇവിടുത്തെ ഒരു ഭയങ്കര പ്രത്യേകതയാണ് കനകാംബരം പൂവ് കേട്ടോ. ഇവിടെ ഒരു പൂക്കച്ചവടക്കാരുടെ കനകാംബരം ഇരിക്കുകയാണ്. കനകാംബരം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മുല്ലയുണ്ട്, കനകാംബരം ഉണ്ട്, ഇഷ്ടം പോലെ പൂക്കൾ, പലതരം റോസുകളുണ്ട്. കനകാംബരമൊക്കെ കൂട്ടിയിട്ടേക്കാണ്. ഒരു രക്ഷയിൽ അടിപൊളി. അയ്യോ, ബിസി മാർക്കറ്റാണ് കേട്ടോ. അടിപൊളിയല്ലേ. ഇതൊക്കെയാണ് കുംഭകോണത്തിൻ്റെ ഒരു കാഴ്ചകളാണ് കേട്ടോ. പൂവൊക്കെ നോക്കി കൂട്ടിയിട്ടേക്കുന്ന അമ്പോ കിലോ കണക്കിന് കിട്ടിയിട്ടേക്കാണ്, കിലോ കണക്കിന്. അതേപോലെ ഇവിടെ ഈ പൊങ്കൽ ടൈം ആയതുകൊണ്ടാവാം, മകരപ്പൊങ്കൽ
ഇവിടെ ഈ മഞ്ഞൾ ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾ മൂടോടുകൂടി വിത്ത് ഇലയും ഒക്കെ ചെടിയായിട്ട് ഇങ്ങനെ വിൽക്കുകയാണ്. ഈ മാർക്കറ്റ് അതിശയിപ്പിക്കുന്ന ഒരു മാർക്കറ്റ് കേട്ടോ. അത്രയ്ക്ക് ഒരു പൂ മാർക്കറ്റാണ്, അത്രയ്ക്ക് വലിയൊരു പൂ മാർക്കറ്റാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പോകുന്ന മഹാമഹാ ടാങ്കാണ് ഇവിടെ കുംഭകോണത്ത്. കുംഭകോണം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ എല്ലാവരും കാണുന്നൊരു മെയിൻ സാധനം ഈ മഹാമഹാ ടാങ്കാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടാങ്കിൻ്റെ അവിടേക്കാണ് പോകുന്നത്. ഒരുപാട് സിനിമകളിലൊക്കെ ഉണ്ട്. അന്യൻ സിനിമയിലുണ്ട്, പിന്നെ അതേപോലെ മലയാളത്തിലാണെങ്കിൽ പട്ടം പോലെ സിനിമയിലൊക്കെ ഉണ്ട് ആ സ്ഥലം. അപ്പോൾ അതൊന്ന് കാണാനായിട്ട് പോവാണ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഈ ഒരു സ്ഥലമാണ് മഹാമഹം ടാങ്ക് കേട്ടോ. മഹാമഹം ടാങ്ക്. ഇവിടെ ഇതേപോലെ ഒരു ഗോപുരം ഈ ഒരു കുളത്തിന് ചുറ്റുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കുംഭകോണത്ത് വന്നാൽ പ്രധാനമായുള്ള കുംഭകോണത്തെ ഒരു സ്ഥലമാണ്. പിന്നെ ഇഷ്ടംപോലെ അമ്പലങ്ങൾ ഇവിടെ ഉണ്ട്, ഒരുപാട് അമ്പലങ്ങളുണ്ട്. അതിലൊരു പ്രധാന അമ്പലമായിരുന്നു ആദി കുംഭേശ്വര ടെമ്പിൾ. അവിടെയാണ് നമ്മൾ രാവിലെ പോയത്. ഇവിടെ എല്ലാം കരിമ്പ് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ പൊങ്കലിൻ്റെ ഭാഗമായിട്ട് കരിമ്പ് വിൽക്കാൻ വെച്ചേക്കാണ്. നല്ല വലിയ കരിമ്പാണ് കേട്ടോ. ഇതാണ് നല്ല വലിയ കരിമ്പാണ്. ഓക്കെ, ഇതെല്ലാം കരിമ്പാണ്, നല്ല വലിപ്പമുള്ള കരിമ്പാണ് കേട്ടോ. അപ്പം ഈ കുംഭകോണത്തെ രഥോത്സവം നടക്കുന്നത് ഈ മഹാമഹം ടാങ്കിന് ചുറ്റുമാണ്. രഥോത്സവം, പിന്നെ അതേപോലെ ഓരോ അമ്പലങ്ങളിലെ ഉത്സവമൊക്കെ ഞാനങ്ങനെ വീഡിയോസ് മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഇവിടെയും ഒരു ചെറിയ മാർക്കറ്റുണ്ട്. ഒരുപാട് പച്ചക്കറികളും പഴവും ഒക്കെ ഇവിടെ നിന്ന് വിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ മഹാമഹം ടാങ്കിൻ്റെ ഒരു സ്ഥലത്തുനിന്ന് എൻട്രി ഉണ്ട് അതായത് ഇവിടെ. അപ്പം ഇതാണ് മഹാമഹം ടാങ്ക്. വേണ്ട, ഇതാണ് ഫേമസ്. ആ കുംഭകോണം വന്നാൽ നമ്മൾ കാണാൻ പറ്റുന്ന ആ ഒരു ടാങ്ക് കണ്ടോ. ചുറ്റും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗോപുരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുംഭകോണത്തെ ആ ഒരു മഹാമഹം ടാങ്ക് കേട്ടോ. അപ്പൊ ഞങ്ങള് കുംഭകോണമൊക്കെ കണ്ടു. കുംഭകോണം കോഫിയൊക്കെ കുടിച്ചു, മഹാമഹം ടാങ്കൊക്കെ കണ്ടു. കുംഭകോണം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇനി പോകുന്ന വൈദീശ്വരൻ കോവിലാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു 40-45 കിലോമീറ്റേഴ്സ് ഉണ്ട് വൈദീശ്വരൻ കോവില്. അപ്പൊ ഇനി അവിടെ പോയിട്ട് കാണാം. ബൈ. അപ്പൊ അങ്ങനെ ഞങ്ങള് കുംഭകോണത്തു നിന്ന് ഒരു 40 കിലോമീറ്റർ യാത്ര ചെയ്ത് വൈദീശ്വരൻ കോവിലിൽ വന്നു. ഇവിടെ 1 മണിക്ക് അടയ്ക്കും. അപ്പോൾ ഞങ്ങൾ ഓടി യാത്ര പോയി തൊഴുതിട്ട് വന്നു. നല്ലൊരു അമ്പലമാണ്, നല്ല വലിയൊരു അമ്പലമാണ്. ഇതിൻ്റെ ആ ഒരു ഗോപുരം തന്നെ ഭയങ്കര മനോഹരമാണ് കാണാൻ കേട്ടോ. നമ്മളിങ്ങനെ ആ ഒരു അകത്തോട്ട് കയറിയിട്ട് ഈ ഗോപുരം കഴിഞ്ഞ് ഇവിടെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. നല്ല വലിയൊരു ക്ഷേത്രമാണ്. അതിൻ്റെ ഗോപുരം തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒരുപാട് ആർട്ട് വർക്കും നല്ല കളേഴ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ നവഗ്രഹ ക്ഷേത്രങ്ങളിലെ ഒരു പ്രധാന ക്ഷേത്രമാണ്. പലരും അസുഖമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ, കല്യാണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എപ്പോഴും വരുന്ന കേട്ടിട്ടുണ്ട് അത് തടസ്സങ്ങളൊക്കെ മാറാൻ. പിന്നെ അതേപോലെ ഇവിടെ ഒരു വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൽ എന്തോ മെഡിസിനൽ വാല്യൂ ഒക്കെ ഉള്ള വെള്ളമാണ് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അതേപോലെ ഈ നാഡി ജ്യോത്സ്യത്തിന്റെ ഒരു ഒറിജിൻ അത് ഇവിടെ നിന്നാണ്. നാഡി ജ്യോത്സ്യത്തിന്റെ ഒറിജിൻ നമ്മുടെ ഈ വൈദീശ്വരൻ കോവിലിന്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ വൈദീശ്വരൻ കോവിലിലേക്ക് പോകുന്നൊരു വഴിയാണ് കേട്ടോ. ഇവിടെ 2 സൈഡുകളിലും കടകളാണ്. ഇവിടെ നിന്ന് നേരെ പോകുന്നതാണ് നമ്മുടെ അമ്പലം. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് വൈദീശ്വരൻ ടെമ്പിൾ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇപ്പോൾ പോയിട്ട് വന്നത് കേട്ടോ. നല്ലൊരു അമ്പലമാണ്, ഒരുപാട് പ്രതിഷ്ഠകൾ ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മൾ തൊഴിലിട്ട് പുറത്തിറങ്ങി. അപ്പോൾ ഇവിടെ ഭയങ്കര ഫേമസ് നമ്മുടെ ഈ നാഡി ജ്യോത്സ്യന്മാരാണ്. ഇവിടെ കണ്ടോ, ബോർഡ് കണ്ടോ, സെൽവരാജ് നാഡി ജ്യോതിത്തർ. അങ്ങനെ ഇവിടെ ഭയങ്കര ഫേമസ് ആണ് നാഡി ജ്യോത്സ്യം. കണ്ട, ശ്രീ അഗത്യ മഹാശിവ നാഡി ജ്യോത്സ്യ നിലയം. നമുക്ക് ഈ നാഡി ജ്യോത്സ്യം പെട്ടെന്ന് അറിയുന്നത് നമ്മുടെ ഒരു മലയാള സിനിമയിലാണല്ലേ. നമ്മുടെ ചന്ദ്രേട്ടൻ എവിടെയാ എന്നുള്ള സിനിമയിൽ നാഡി ജ്യോത്സ്യത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അത് പക്ഷേ അവർ തഞ്ചാവൂരെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതൽ ആ ഒരു നാഡി ജ്യോത്സ്യം ഉള്ള സ്ഥലം ഈ വൈദീശ്വരൻ ടെമ്പിളിൻ്റെ ഭാഗത്താണ്.